കോളേജിലെ ഫ്രഷേഴ്സ് ഡേ ആണ്. സാരിയൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ അയക്ക് അണ്ടർ സ്കേർട്ട് ഇല്ല കേട്ടോ. അത് അപ്പോഴാണ് ഓർമ്മ ആവണേ, പടച്ചോനെ എനിക്ക് അടിപ്പാവാട ഇല്ലല്ലോന്ന്. നോർമൽ അണ്ടർ സ്കേർട്ട് പറ്റൂല, അയക്ക് ഷേപ്പ് വെയർ തന്നെ വേണമെന്ന് അമ്മണിക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പ്രിഫർ ചെയ്ത സാരി എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. അപ്പൊ രാത്രി ഒരു 9 മണിയൊക്കെ ആവുമ്പോഴാണ് ഞങ്ങൾ SMക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ചെന്നപ്പോ തന്നെ ഒക്കെ എന്തോ ബുഗഡി സ്റ്റഡോ അങ്ങനെ എന്തോ മേടിക്കാണ്ടായിരുന്നു. അത് എന്താന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ. സ്റ്റഡ് നോക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് അണ്ടർസ്കർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു മുതൽ തപ്പി 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 മടുത്ത് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. കിട്ടിയതാണെന്നുണ്ടെങ്കിൽ എന്റെ സൈസിനും വലുത്. എന്നിട്ട് എനിക്കത് ഇടാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ എന്റെ ഉമ്മാന്റെ അണ്ടർസ്കർട്ട് ഇട്ടിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പ്രോഗ്രാമിന്. പിന്നെ എനിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ചൈന മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ വന്നാൽ കുറേ ക്യൂട്ട് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റൂട്ടോ. ഈ ഒരു ക്രാബൊക്കെ നല്ല രസം ഉണ്ടായിരുന്നേ. പിന്നെ ഈ കാണുന്ന കമ്മലൊക്കെ വെറും 100 റുപ്യ ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാത്തിനും 100 റുപ്യാണ്. അമ്മണിക്കുട്ടിക്ക് ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മല് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പോയത് ഹീൽസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് നല്ല ആഗ്രഹമാണ് നല്ല ഹീൽസ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്റെ കാലിന്റെ സൈസ് 9 ആയതുകൊണ്ട് എനിക്ക് പൊതുവേ അങ്ങനെ ചെരുപ്പുകൾ കിട്ടാറില്ല കേട്ടോ. ആ സങ്കടത്തിൽ ഇരിക്കുകയായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുണ്ട് മക്കളെ ഒരു ഹോട്ടലിൽ കയറിയിട്ട്. ഫുഡിനെ പറ്റി പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. എന്റെ ലൈഫിൽ ഞാൻ ഹോട്ടലിൽ കഴിച്ചാൽ ഏറ്റവും അലമ്പ് ഫുഡ് ചെയ്യുന്നേ. എനിക്കറിയാം ഇതും കിട്ടാതെ കുറെ ആൾക്കാരുണ്ടെന്ന്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമുക്ക് വേർത്ത് ആയിട്ടുള്ള ഫുഡ് കിട്ടണമല്ലോ. വേസ്റ്റ് ഫുഡ് ആയിരുന്നേ.